ദിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമല്ലേ, നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഇഞ്ചി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഒരു ലേശം ഉലുവ, 5-8 കഷ്ണം ഉലുവ കേട്ടോ. അതൊക്കെ നമുക്ക് എടുത്ത് വെച്ചേക്കാം. കായംപൊടി വേണം, പൊടി വേണം. പൊടി നമുക്കൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാം. ഇഞ്ചി ഞാനിവിടെ ചോപ്പറിലിട്ടാണ് അരിഞ്ഞത് കേട്ടോ. എന്നിട്ട് ആ ചോപ്പറിൽ ഒന്ന് കഴുകി വെള്ളം എടുത്ത് വെച്ചു. പുളി നന്നായിട്ടൊന്ന് തിരുമ്മി ഒഴിപ്പിച്ച് വെച്ച ശേഷം ചട്ടി ചൂടായിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടി കഴിയുമ്പം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. നമ്മുടെ ഇഞ്ചിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ ഇത് മൂപ്പിക്കേണ്ട വരും കേട്ടോ. എന്നാലേ നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇഞ്ചി നന്നായിട്ട് മൂക്കണം. ഇനി നമുക്ക് കുറച്ച് വേപ്പില കുരുകുരാന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഓണത്തിന് ഇഞ്ചിക്കറി ഇല്ലാണ്ട് എന്ത് സദ്യ അല്ലേ. നല്ല ടേസ്റ്റോടുകൂടി ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇതുപോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം, നന്നായോന്ന്. ഇനി നമുക്ക് കുറച്ച് കായംപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഈ രീതിയിലാണോ ഇഞ്ചിക്കറി ഉണ്ടാക്കാറ്? കമൻറ്റ് ചെയ്യണേ. കുറച്ച് പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുളകിൻ്റെ പച്ചക്കുത്തുന്നത് പോട്ടെ കേട്ടോ. അതുവരെ ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ്. പുളിവെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് നന്നായി കുറുകി കിട്ടണം കേട്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടി പുളി നമ്മുടെ പാകത്തിന് ചേർക്കാം കേട്ടോ. ഞാനിവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് പുളി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് മുഴുവനും പിഴിഞ്ഞൊഴിച്ചിട്ട് നോക്കിയിട്ട് വേണം ഇനി വേണമെങ്കിൽ ചേർക്കാനായിട്ട് കേട്ടോ. വളരെ ടേസ്റ്റിയായ പുളിയിഞ്ചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് സ്പെഷ്യൽ ഇഞ്ചിക്കറി ആയിക്കോട്ടെ. ഇഞ്ചി ചോപ്പറിലാണ് അരിഞ്ഞത്. അപ്പോൾ അത് കഴുകി ഒഴിച്ച വെള്ളമാട്ടോ അപ്പോൾ ഒഴിച്ചത്. പുളി വേണമെങ്കിൽ രണ്ടാമത് നമുക്ക് വേണ്ടി ഒഴിക്കേണ്ടി വരും കേട്ടോ. ഞാനിവിടെ നോക്കിയിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കൂട്ട് നന്നായിട്ട് മിക്സായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ ശർക്കരപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം വേണമെങ്കിൽ. ഇത് നന്നായിട്ട് യോജിച്ച് കുറുകി വരും. കുറുകി വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഇഞ്ചിക്കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ശർക്കരയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് പുളിയിഞ്ചിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. അതുകൊണ്ട് നമ്മുടെ പുളിയിഞ്ചി ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ മിക്സും കൂടെ കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മുടെ ഇഞ്ചിക്കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി കൊണ്ട് റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. വീഡിയോയ്ക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.